പണ്ട് കാലങ്ങളിൽ ഈ കുട്ടികളൊക്കെ അഭിനയത്തിൽ ആഗ്രഹം കാണിക്കുമ്പോൾ പറയാറുള്ളത് നീ ആര് മമ്മൂട്ടിയോ നീ ആര് മോഹൻലാലോ എന്നൊക്കെയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു വ്യക്തി ഒരു സഞ്ചി തൂക്കി പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ഒരു വാക്ക് നീ ആരാ സന്തോഷ് ജോർജ് കുളങ്ങരയാണോ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു ബ്രാൻഡായി മാറി SGK എന്നുള്ളൊരു പേര്. ആദ്യമായി സഞ്ചാരത്തിന് ഇറങ്ങുമ്പോൾ ആ ഒരു സംഭവം സാറ് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറും എന്നുള്ളത് തീരെ ചിന്തിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ വരുന്നതും എപ്പോഴും ജീവിക്കുന്നതും മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ആ നാട്ടുകാർക്ക് ഈ സഞ്ചാരം എന്നൊന്നുമല്ല അതിനാദ്യം ഇട്ടിരുന്ന പേര്. അവരതിന് തെണ്ടി നടക്കുക എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ മരങ്ങാട്ടുപള്ളിക്കാർക്ക് സഞ്ചാരത്തിന് തെണ്ടി നടക്കൽ എന്നൊരു വിശേഷണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10-15 വർഷം തെണ്ടി നടന്നതിന് ശേഷമാണ് ഞാൻ സഞ്ചാരത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളായിട്ട് മാറിയത്. മാത്രമല്ല, ആദ്യകാലത്ത് മരങ്ങാട്ടുപള്ളിക്കാർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ടെലിവിഷൻ ചാനലുകളിൽ ഈ പരിപാടിയായിട്ട് ചെല്ലുമ്പോൾ പോലും ആളുകൾക്ക് ഇത് ആവശ്യമില്ലാത്തൊരു പരിപാടിയും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്തൊരു പരിപാടിയും തന്നെയായിരുന്നു. ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു മനുഷ്യൻ നിരന്തരമായി എല്ലാ ആഴ്ചയും ഓരോ എപ്പിസോഡ് പ്രോഗ്രാം ഒരു ചാനലിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരായിരുന്നില്ല അക്കാലത്തെ ചാനലുകൾ. അതുകൊണ്ട് തന്നെ 4-5 വർഷം ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിരന്തരം സഞ്ചരിക്കേണ്ടി വന്നു. ആ സഞ്ചാരം വലിയ പ്രതിസന്ധികളിലേക്ക്, സാമ്പത്തിക ബാധ്യതകളിലേക്കും ഒക്കെ എന്നെ എത്തിച്ചെങ്കിലും മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഈ ഗ്രാമത്തോട് എനിക്ക് നന്ദിയുള്ളത്, ഞാനിങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് നാട്ടുകാരറിയുകയും ഈ തെണ്ടി നടക്കലിലെ വലിയൊരു ഗുണത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ അവരെയൊക്കെ ബോധവൽക്കരിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്കത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റാത്ത സ്ഥിതിയിലായിപ്പോയി. ഏതെങ്കിലും ഒരു ചാനൽ ഇത് ഒരു എപ്പിസോഡെങ്കിലും ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് മരങ്ങാട്ടുപള്ളി എന്ന ഗ്രാമത്തിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം എല്ലാവരും നമ്മളെ അറിയും ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ്. ഞാൻ എറണാകുളം സിറ്റിയിലോ മറ്റോ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് പണിയെടുക്കുന്നതെന്ന് ആരും അറിയില്ലായിരുന്നു. എനിക്ക് എപ്പോൾ വേണേലും അത് നിർത്തിയിട്ട് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ ഗ്രാമത്തിലായതുകൊണ്ട് തുടങ്ങിയും പോയി ഒട്ട് നിർത്താനും വയ്യാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് 4-5 വർഷം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച്, വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് അത് തുടരേണ്ടി വന്നു. പിന്നീട് ഏഷ്യാനെറ്റ് അത് സംപ്രേഷണം ചെയ്യാൻ തയ്യാറായി വന്നു. സംപ്രേഷണം ചെയ്യുമ്പോഴുള്ള വ്യവസ്ഥകളും വ്യത്യസ്തമായിരുന്നു. അതൊക്കെ വേറെ കഥകളാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്തു തന്നെ വ്യവസ്ഥകളായിരുന്നെങ്കിലും ഒരു ചാനലിൽ, ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിൽ സഞ്ചാരം എന്നൊരു പരിപാടി വന്നു തുടങ്ങുമ്പോൾ തീർച്ചയായും അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങരയെ രൂപപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ തരുന്ന കയ്യടികൾക്കൊക്കെ കാരണമാകുന്നതിൽ ആ ചാനലിൻ്റെ ക്യാൻവാസ് സഹായിച്ചിട്ടുണ്ട്. അതാണ് അടിസ്ഥാനം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ചാരം നടത്തിയതുകൊണ്ട് മാത്രം ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ല. ആ സഞ്ചാരം പ്രോപ്പറായ മാധ്യമത്തിലൂടെ ആളുകളിലേക്ക് എത്തുകയും അവരെ സ്വാധീനിക്കുകയും അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളും, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ യാത്രയ്ക്കുള്ള കൊതിയും ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ജനസമൂഹത്തിൻ്റെ വികാരമായിട്ട് മാറുന്നത്.